ചൊരിയുമവൻ പ്രതികൂലം മാറ്റുമവൻ പ്രതിസന്ധി തീർക്കുമവൻ നമ്മെ കൃപ കൊണ്ട് പൊതിയുമവൻ നമ്മെ കൃപ കൊണ്ട് പൊതിയുമവൻ പ്രകാശം ചൊരിയുമവൻ പ്രതികൂലം മാറ്റുമവൻ പ്രതിസന്ധി തീർക്കുമവൻ നമ്മെ കൃപ കൊണ്ട് പൊതിയുമവൻ നമ്മെ കൃപ കൊണ്ട് പൊതിയുമവൻ എല്ലാ പരീക്ഷകളും നീക്കി കൃപ കൊണ്ട് പൊതിയുമവൻ നമ്മെ കൃപ കൊണ്ട് പൊതിയുമവൻ പ്രകാശം ചൊരിയുമവൻ പ്രതികൂലം മാറ്റുമവൻ പ്രതിസന്ധി തീർക്കുമവൻ നമ്മെ കൃപ കൊണ്ട് പൊതിയുമവൻ നമ്മെ കൃപ കൊണ്ട് പൊതിയുമവൻ പ്രകാശം ചൊരിയുമവൻ പ്രതികൂലം മാറ്റുമവൻ പ്രതിസന്ധി തീർക്കുമവൻ നമ്മെ കൃപ കൊണ്ട് പൊതിയുമവൻ നമ്മെ കൃപ കൊണ്ട് പൊതിയുമവൻ തിരുവചന പൊരുളറിയാൻ ഉൾക്കാഴ്ചയേകിടാൻ ഒരുക്കമുള്ള മനമോടെ തിരുസന്നിധി അണയാൻ ആത്മമായി സഭമേളനവരതം ഒഴുകാൻ ഹൃദയങ്ങളെ തുറക്കാൻ പരിശുദ്ധാത്മാവേ
നമ്മുടെ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ്. പിന്നെ പിതാവിൻ്റെ കാർമ്മികത്വത്തിലാണ് ശുശ്രൂഷ ആരംഭിക്കുക. ഇപ്പോൾ ഭവനകുദാശിയുടെ പ്രാർത്ഥനകൾ നമ്മൾ ദേവാലയത്തിൽ വെച്ച് ചൊല്ലി, പിന്നീട് 8 വൈദികരാണ് നമ്മുടെ 8 വീടുകൾ കുദാശ ചെയ്യുക. എല്ലാവരെയും സ്നേഹത്തോടുകൂടി പ്രാർത്ഥനയിലേക്ക് ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കരുണയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ 8 ഭവനങ്ങളെയും ഭവനത്തിൽ താമസിക്കുവാൻ പ്രത്യേകം നിലവിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ഭഗവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേരങ്ങളിൽ ആശാന ദൈവമായ താന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ കട്ടുപെടാനാവുന്നു. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ ഇത്രയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാരാജാവേ, നിനക്ക് സ്തുതി. പാറിക്കുമോ ക്രിസ്തുനായ ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാപ്പെടണമേ. എന്റെ രാജ്യം വരണമേ. ദുരേഷ്ടം സതിലെ പോലെ ഭൂമിയിലും കാണണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾ തരണമേ. ഞങ്ങൾക്കാരോട് ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിറഞ്ഞമറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ദുരമായ നമ്മുടെ കർത്താവേ വാഴ്ത്തപ്പെടുവാനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും നമ്മുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. ും പാപികളുമായുടെ അനുഗ്രഹം തരണേ. ശരിപ്പെടുമാറാണമേ. നിന്റെ ശാന്തി സമാധാനം വസിപ്പിക്കണമേ. ഇതിലുള്ള സകലവും നീ വാഴ്ത്തണമേ. ഇതിലെ വരവേദനകൾ തിരുനാമത്തിന്റെ മഹത്വത്തിനും നീതിയുടെ പരിപാലനത്തിനുമായിരിക്കണം. ഇതിനുള്ള സകല നന്മകളും അനുഗ്രഹം കൊണ്ട് ഇതിനെ സമർത്ഥമാക്കണമേ. ഇതിൽ വസിക്കുന്നവർക്ക് മുഖപ്രസന്നത നൽകണമേ. ആയുഷ്പര്യന്റെ രഹസ്യകാര്യങ്ങളും മത്സ്യകാര്യങ്ങളും ഇവർ നിന്നെ പ്രസാദിപ്പിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, ഇവരുടെ മനുഷ്യർക്ക് ആശ്വാസനമേ. മറൻ ആത്മാവിനെ ശരണം ലജ്ജിക്കരുതേ. എന്നോട് ഗർവം കാട്ടരുതേ. ആശ്രിതരാരും ലജ്ജിച്ചിടരുതേ. അവരുടെ വ്യർത്ഥതയിൽ എന്നെ കാട്ടിടുക. ഗൂഢം നിൻ വഴികളെ അറിയിക്കുക എന്നെ. ഹല്ലേലൂയ.
പരിശീലിപ്പിക്കാം പാർക്കുമോ ലോലം വാദാമുലോലം പ്രിയ നീ ആഴിയിൽ നിന്നും യൗനാനിബിയെ രക്ഷിച്ചു ഋണമൂലികനാമിന്നെയും കൃപയാൽ കോരിയെടുക്കേണം പ്രിയനായിസോ എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കല്യാണായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ സ്തോത്രവും മഹിമയും പുകഴ്ചയും മനുഷ്യരുമായ വൃത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. കരുണ കർത്താവേ കൃപയാൽ ഈ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ. ബലഹീനനായ എൻ്റെ മധ്യസ്ഥതയാൽ ഈ ഭവനങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും നീ ഐശ്വര്യ സമർത്ഥരാക്കണമേ. നിനക്ക് ഭവനങ്ങളിൽ ആസ്വദിക്കപ്പെടുന്ന ഈ സമയത്തും നിങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും യാചനകൾക്ക് ഉത്തരമരുളുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, ഹാബേലിന്റെ ആദ്യഫലം അവിടുന്ന് സ്വീകരിച്ചതുപോലെ ഞങ്ങളുടെ ധൂപം സ്വീകരിക്കണമേ. ഹാനോക്കിന്റെ ശുശ്രൂഷ നിന്നെ പ്രസാദിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് പ്രീതികരമാകണമേ. നീതിമാനായ നോഹയുടെ ബലിയിൽ നീ സന്തുഷ്ടനായ പ്രകാരം ഞങ്ങളുടെ ആദരഫലത്തിൽ നീ സന്തുഷ്ടനാകണമേ. കർത്താവേ, ഞങ്ങളുടെ പിതാവ് നിന്റെ സ്നേഹിതനുമായ അബ്രഹാമിന്റെ വിശ്വാസം നിനക്ക് പ്രീതികരമായതുപോലെ ഞങ്ങളുടെ നമസ്കാരം നിനക്ക് ആനന്ദപ്രദമാകണമേ. നീതിമാനായ ജോബിന്റെ അടുക്കൽ ദുഷ്ടൻ ലജ്ജിതനായ പ്രകാരം ഈ ഭവനങ്ങളിലെ ശത്രുവായ ദുഷ്ടൻ ലജ്ജിക്കുവാൻ ഇടയാകണമേ. ശ്രേഷ്ഠാചാര്യനായ അഹ്റോന്റെ ധൂപം മുഖേന ഇസ്രായേൽ ജനത്തിൽ നിന്നും വസന്ത നിരോധിക്കപ്പെട്ടതുപോലെ ഈ ഭവനങ്ങളിൽ നിന്ന് കഠിന രോഗങ്ങളും കോപത്തിന്റെ ദണ്ഡനങ്ങളും നിരോധിക്കണമേ. കർത്താവേ, ഇപ്പോൾ ഈ ഭവനങ്ങൾക്ക് വേണ്ടിയും ഇതിൽ വസിക്കുന്നവർക്ക് വേണ്ടിയും കരുണയും കൃപയും നോട് ഞങ്ങൾ യാചിക്കുന്നു. ഈ നിന്റെ ഭൃത്യരുടെ യാചന തിരുസന്നതിയിലെത്തുകയും ഈ ഭവനങ്ങൾ ഐശ്വര്യം പ്രാപിക്കുകയും ഇതിലെ നിവാസികൾ നീതീകരിക്കപ്പെട്ട് രക്ഷ നേടുകയും ചെയ്യണമേ. നിന്റെ കുഞ്ഞാടുകൾ നിന്റെ മേച്ചിൽ സ്ഥലങ്ങളിൽ മേയുകയും നിന്റെ ആടുകൾ നിന്റെ നന്മകളാൽ തൃപ്തരാകുകയും ഞങ്ങളെല്ലാവരും നിന്നിൽ നിന്ന് കരുണ പ്രാപിക്കുകയും ചെയ്യണമേ. പാപികളിൽ കനിവുള്ളവനും അനുതാപങ്ങളിൽ പ്രീതിപ്പെടുന്നവനുമായ കർത്താവേ, നിന്റെ കരുണാബാഹുല്യത്തിനനുസരണം ഞങ്ങൾ ദയതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീ തിരുമനസ്സായി ഞങ്ങളുടെ ധൂപവും പ്രാർത്ഥനയും സ്വീകരിച്ച് ഞങ്ങളെ ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും വിശ്വാസികളായ പരേതർക്ക് വാമോചനം നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കിപ്പോഴെല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പാറയ്ക്കും ഓർഹോശോ വബകുലസുബാൻ ലോൽമീൻ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലെ വന്നേക്കും നാം പ്രാപിക്കട്ടെ.
ദൈവത്തിന്റെ ജീവനുള്ള ജനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം പ്രസിദ്ധി കേൾക്കണം. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വചനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധായ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും നിശ്ചയം അറിയിച്ച വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹായുടെ ഇഹലോക ജീവിതകാലത്ത് പ്രകാരം മരണം ചെയ്തു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിന്റെ അടുത്തിലേക്ക് വാതിലൂടെ അല്ലാതെ മറ്റേ വഴിക്ക് കിടക്കുന്നവൻ കുളനും വർഷക്കാരനുമാണ്. എന്നാൽ വാതിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയിലാണ് കാവൽക്കാരൻ. അവനെ വാതിൽ തുറന്ന് കൊടുക്കുന്നു. ആടുകൾ അവന്റെ സ്വരം കേൾക്കുന്നു. അവൻ തന്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. തനിക്കുള്ളതിനെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. അവന്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. അന്യരുടെ സ്വരം തിരിച്ചറിയാത്തതിനാൽ അവ അവരിൽ നിന്ന് ഓടിയകലുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ലഭിക്കട്ടെ. മൂലം സൗമ്യൻ മോശ സമുദ്രം പാപിച്ചു. ഇസ്രായേൽ തരണം ചെയ്തു. ദുഷ്ടൻ പരമോൻ മുങ്ങിപ്പോയി. ദാവീദിൻ പ്രാർത്ഥന കേട്ടീശൻ ആഗ്രഹ തോന്നി. പാപം മോചിച്ചേകി വീണ്ടും പ്രവചന ശക്തി. ചൂടയിൽ വച്ചഭ്യർത്ഥിച്ചപ്പോൾ നിന്നവരെ ദൈവം സംരക്ഷണ ചെയ്തു. ദേവായെങ്കിൽ ഭ്രമേറ്റിടും കാര്യങ്ങൾ നാഴിക ന്യായാസനവും നരകവും ഇവ തന്നെ. വിശ്വാസപൂർവ്വം തന്നെ വിളിക്കുന്നവർക്ക് മറുപടി നൽകുന്ന ദൈവാദിദൈവം കർത്താദികർത്താവുമേ, നിന്റെ ദാസരായ ഞങ്ങൾ ബലഹീനരും പാപികളും അയോഗ്യരുമെങ്കിലും ഞങ്ങളുടെ അപേക്ഷയെ കൈക്കൊള്ളണമേ. അനുഗ്രഹം നിറഞ്ഞിരിക്കുന്നവനും കരുണാസമ്പൂർണനും തന്റെ സൃഷ്ടിയോടെ സർവദാനകമയുള്ളവനുമായ കർത്താവേ, നിന്റെ കൃപയാൽ ഈ ദാസരുടെ ഭവനാംഗങ്ങളെല്ലാവരിൽ നിന്നും പാപഫലമായ ശിക്ഷകളും പലതര രോഗങ്ങളും മഹാമാരിയും സങ്കടകരമായ നാശനഷ്ടങ്ങളും ദുഷ്ടന്റെ ഉപദ്രവങ്ങളും നീ തടയണമേ. ദൈവമാതാവായ പരിശുദ്ധ മറിയാമിന്റെയും
വിശുദ്ധനായ മാർത്തോമാസ്ലീഹായുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും ഗീവരിക സകതായുടെയും സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ഞങ്ങളിൽ കരുണയും ദയയും ഉണ്ടാകുമാറാകണമേ. ഈ കുടുംബങ്ങളുടെ സമാധാനത്തിന് ഐശ്വര്യത്തിനുള്ള കളിപ്പായ തരുവാൻ വേണ്ടി മറയ്ക്കുമോ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ഈ ജലം ആശീർവദിക്കപ്പെടുന്നു. ഓരോരുത്തരായി ഭവനങ്ങളെ ആസ്വദിക്കുന്നു. ഇവിടെ ദേവാലയത്തിലെ പ്രാർത്ഥന സ്തുതിയുടെ രാജമകൾ നിങ്ങള പാമി രാജപാമിനിയും പിതൃഗൃഹവും മാറിക്കുമോ മനോരം പദാമലോലം നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരങ്ങളിൽ അലിവാന്തം അക്കലവേട്ടണം സൗമൻ ഗാരോസ്കുരേനായി സോം വന്ദേ ദൂതവര് നിന്നോടുകൂടെ പതിയെ നായകനായി ഘോഷിച്ച അതിബഹുമാനിച്ചു മറിയാം വലുത പടവായ്ത്ത് മറിയോറാകെ മലയിനുവാദാറേ അടികളയും തൻ ഗോപത്തിൽ ചിടുമേ വർദ്ധിക്കുമാർക്ക് തൊട്ടേ മനോരം വാദാമലോലം മീനാമീൻ ഉദരണമേനും മധുരമേനും ഓർമ്മ ബഹുമാനിച്ചോക്കായി സോമൻ ഗാലോസ്കുരേ ആയി സോം ോട്ട തരയായി പ്രാർത്ഥിക്കാം പാട്ട് ശ്രദ്ധിച്ചിടുന്നേൻ ആടുകളുടെ മോശേ പോത്ര കൈവാട്ടേണം മാറിക്കുമോ നെവരി ചൊരുതാ
മുറിയോറാകെ മലൈനു ആധാരേ അതിൻ കർത്താവോടായി അടികളെയും തൻ പാപത്തിൻ വടികളെയും മാറ്റിടാം. ഈ പവനകുദാശയോട് ചേർന്ന് നമ്മുടെ ഈ ദേവാലയത്തിലെ ആരാധന പുനരാരംഭിക്കുകയാണ്. ഈ ദേവാലയ ശുശ്രൂഷയിൽ നേതൃത്വം നൽകിയ ദിവസത്തിൻ്റെ കടന്നുപോയ എല്ലാ ആചാര്യന്മാരെയും ശാസ്ത്രം നേടിയ നിന്നാചാര്യന്മാരും മഹിമയ നിർണയവാന്മാരും വാലി നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ല നിന്ദാസന്ദാവീതിനയോത്ത നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ നിയമത്തെയും ഞാൻ ഉപദേശിക്കും. സാക്ഷ്യമിതും പാലിക്കുമോ? സ്പർശിച്ചുള്ള പാദങ്ങൾ പരദേശിൻ വാതിൽ പോയി വാനവരത്തു വസിക്കണം. സൗരംഗാലസ്തുയേനായിസോൻ ശ്രേയാശുശ്രൂഷി ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാഗമനമാള് പ്രഭയേണം. മുറിയോറാകെ മലൈനു ആധാരേ ശളപേച്ചോ ആചാര്യന്മാണ്യം. നേതൃത്വം നൽകിയ മരിച്ച ദിവസത്തിലേക്ക് കടന്നുപോയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപലയും ചെടി പോലെ മാറിക്കുമോ? ലോലം ബാലോലം മീനാമേ ജീവസരമരണമേ കബറേ നമ്പറുദേ സായിക്കായി സ്തോമങ്കാലസ്കുരേ ആയിസോം. ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാ ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നീ അവരോടെഴുന്നേറ്റു നിന്നെ സ്തുതി ചെയ്തിടുന്നു. പാർക്കുമോ? എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തംപാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായിടാൻ എന്നും ജീവിപ്പാൻ അങ്ങ്
കൈക്കൊണ്ടേണം. ഞങ്ങളുടെ ഭവനങ്ങളിലെ പ്രതിഷ്ഠിക്കുവാനുള്ള പ്രതിഷ്ഠയായി വിശുദ്ധ വേദവസ്തുവും ഇവിടെ ഇപ്പോൾ ആസ്വദിക്കുകയാണ്. പ്രിയന്മാരും പൗരന്മാരുടമേ, ചിരപ്പെടുമാറാകണമേ. ശാരീരിക നേത്രങ്ങൾ കൊണ്ട് ദർശിച്ച് മാനസിക കഴിവനുസരിച്ച് ധ്യാനിക്കുകയും ചെയ്ത് തന്റെ വിശുദ്ധന്മാരുടെ സൽക്കർമ്മങ്ങളെ വിശുദ്ധിയെ അനുകരിക്കുവാൻ നിരോധിച്ചിട്ടില്ലാത്ത സത്യദൈവമായ കർത്താവേ, നിന്റെ ഏകപുത്രനായ ഞങ്ങളുടെ കർത്താവേ ശിമിശിഹായുടെ മാതാവായ പരിശുദ്ധ കന്യക മറിയാമിന്റെയും ഈ ദേവാലയത്തിന്റെ മധ്യസ്ഥനായ ഞങ്ങളുടെ കാൽപിതാവായ തോമാശ്ലീഹായുടെയും വിസ്മരണയ്ക്കായി ഈ പ്രതിച്ഛായ ശ്രദ്ധിച്ച് ശുദ്ധീകരിക്കുന്നതിന് തിരുവള്ളം താത്തേണമേ. ഇതിനാൽ പരിശുദ്ധ ദേവമാതാവിനെ വണങ്ങി ബഹുമാനിക്കുന്നവർക്ക് ഭൗമിക ജീവിതകാലത്ത് സമർത്ഥമായ മരണാനന്തരം നിത്യാമഹത്വങ്ങളുടെ കർത്താവായ ശിമിശിമുഖാന്തരം നീ നൽകണമേ. ജീവനുള്ളതും ജീവിപ്പിക്കുന്നവരുടെ അത്തമത്തിൽ വ്യക്തിക്കൊണ്ട് ഈ പരിശുദ്ധമായ വേദപുസ്തകവും പരിശായും ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ കുദാശയിൽ സംബന്ധിച്ച ആദ്യങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവെ, വിലക്കിനുള്ളതും കുറ്റമുള്ളതുമായ നിങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ സിംഹാസൻ കേൾക്കപ്പെട്ട് അംഗീകരിക്കിടയായി തിരികണമേ. ഓരോ കുടുംബത്തിൽ നിന്ന് കുടുംബനാഥന്മാരാണെങ്കിൽ പിതാവിന്റെ കയ്യിൽ നിന്ന് ബൈബിളും ജപമാലയും. നമ്മൾ ചെറിയൊരു ഷോർട്ട് മീറ്റിംഗ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും നമ്മുടെ ഓരോ വീട്ടിലേക്കുമുള്ള നമ്മുടെ ക്രമമനുസരിച്ച് സാധാരണ നമ്മൾ ഓരോ വീട് വെഞ്ചരിപ്പിന് ശേഷം പാല് കാച്ചാറുണ്ട്. പാല് പ്രാർത്ഥിച്ച് ആശീർവദിച്ച് അഭിയുടെ പിതാവ് ഓരോ കുടുംബത്തിനും നൽകുന്നതാണ്. സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ദേവാലയത്തിലും പുറത്തുമായിട്ടാണ് ഇരിക്കുക. സന്ധ്യയിൽ പൊഴിയും ദ്രുതം ക്ഷണികമെങ്കിലും അനുപമം അഴകിലവയൊരുക്കിടും പരമജ്ഞാനമേ ദൈവമേ. കൈവണങ്ങി നമിപ്പു ഞാൻ പുലരിയിൽ വിരിയും സുമം സന്ധ്യയിൽ പൊഴിയും ദ്രുതം. ഇല കൊഴിഞ്ഞ കിനാക്കൾ തൻ വഴിയരികിൽ ഞാൻ നിൽക്കവേ അഴലു നിറയും സന്ധ്യയിൽ നീ നിഴലു പോലരികിൽ വരും. ചേർന്നു നിന്നു പുണർന്നിടും മൃദുലമായി മൊഴി
എല്ലാവരെയും സ്നേഹത്തോടു കൂടി ദേവാലയത്തിലേക്ക്, പ്രത്യേകിച്ച് ഒരു ചെറിയൊരു മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അഭിനന്ദ പിതാവിൻ്റെ സപ്തതി മെമ്മോറിയൽ ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ചായിരിക്കുകയാണ്. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും ഭവനം എന്ന ക്യാപ്ഷനോടുകൂടി 2027 ആകുമ്പോഴേക്കും ഏകദേശം 271 വീടുകൾ പൂർത്തീകരിക്കണമെന്ന വലിയ സ്വപ്നം ബത്തേരി രൂപതയ്ക്കുണ്ട്. അഭിനന്ദ പിതാവിൻ്റെ സ്വപ്നത്തോട് ചേർത്ത് വെച്ച്, പ്രത്യേകിച്ച് 2 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പാസ്റ്റൽ കൗൺസിൽ മീറ്റിങ്ങിൽ ഉയർന്നു വന്ന ഈ വലിയ ആശയത്തോട് ചേർന്ന് ബത്തേരി രൂപതയിലെ വൈദികരും സന്യസ്തരും അൽമായ നേതാക്കന്മാരും ഒരുമിച്ച്, എല്ലാ സംഘടനകളും ഒരുമിച്ച് ചേർന്ന് വിവിധ മേഖലകളിൽ, ബത്തേരി രൂപതയുടെ 10ഓളം മേഖലകളിൽ ഭവനങ്ങളുടെ നിർമ്മാണങ്ങൾ ആരംഭിച്ചു. 60 വീടുകൾ അടുത്ത് പണികൾ പൂർത്തീകരിച്ചു. ബാക്കി വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. വിവിധ സംഘടനകൾ ഈ ഒരു ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും ഇത്തരണത്തിൽ സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ്. സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ടും സ്ഥലത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ടും ആരെയും ബുദ്ധിമുട്ടിക്കാതെ തന്നെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ഇന്നത്തെ ഈ യോഗത്തിന് അധ്യക്ഷപദം അലങ്കരിച്ച് സംസാരിക്കുക ബത്തേരി രൂപതയുടെ മെത്രാപ്പോലീത്ത ഡോക്ടർ ജോസഫ് മാർ തോമസ് തിരുവനന്തപുരമാണ്. അഭിനന്ദ പിതാവിൻ്റെ വലിയൊരു സ്വപ്നമാണ് 2027 ആകുമ്പോഴേക്കും ഇത് പൂർത്തീകരിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. ഈ ഒരു മീറ്റിംഗിലേക്ക് അഭിനന്ദ പിതാവിനെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുക സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലം MLA ഏറ്റവും ബഹുമാനപ്പെട്ട IC ബാലകൃഷ്ണൻ അവർക്കാണ്. തിരക്കുണ്ടായിട്ടും കൽപ്പറ്റയിൽ മറ്റു പരിപാടി ാണ് തിരക്കുണ്ടായിട്ടും അഭിനന്ദ പിതാവിൻ്റെ ബത്തേരി രൂപതയുടെ പ്രോഗ്രാമാണെന്ന് പറഞ്ഞപ്പോൾ ഓടിപ്പിടിച്ച് കൃത്യസമയത്ത് തന്നെ ഈ പരിപാടിയിൽ തുടക്കം തന്നെ എത്തിയതിന് ആദ്യമേ നന്ദി അറിയിക്കുകയും ഒപ്പം ഈ ഒരു മീറ്റിംഗിലേക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് ഇന്നിവിടെ ആയിരിക്കുന്ന ബത്തേരി രൂപതയുടെ മുഖ്യ വികാരി ജനറൽ ഏറ്റവും വലിയ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കിപ്പിളിൽ കോറെപ്പിസ്കോപ്പ അച്ഛനെ ഈ മീറ്റിംഗിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബ് പോലിക്കരച്ചനെയും ഈ ഒരു മീറ്റിംഗിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ വാർഡിന്റെ മെമ്പർ ഏറ്റവും ബഹുമാനിയായ ബിന്ദു രവി അവர்களെയും ഈ ഒരു മീറ്റിംഗിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ഇടവകയുടെ നിയുക്ത വികാരിയായി സ്ഥാനമേൽക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട മാത്യു അറമുകളിൽ കോർപ്പിസ്കോപ്പാച്ചനെയും ഈ ഒരു മീറ്റിംഗിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സാന്നിധ്യം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് ഇവിടെ ആയിരിക്കുന്ന മദർ തനുജ SIC മദറിനെയും ഈ ഒരു മീറ്റിംഗിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് ചെരുവിലടുത്തച്ഛൻ രൂപതയുടെ ചാൻസലർ, രൂപതയുടെ പ്രൊക്യുറേറ്റർ ഏറ്റവും ബഹുമാനപ്പെട്ട ഡോക്ടർ ചാക്കോ വെള്ളംചാലച്ചൻ, ബഹുമാനപ്പെട്ട വൈദികർ, സിസ്റ്റേഴ്സ്, സാന്നിധ്യം കൊണ്ട് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും, കുടുംബാംഗങ്ങളെയും, ശ്രേയസ് കുടുംബാംഗങ്ങളെയും, പാസ്റ്റൽ കൗൺസിൽ മെമ്പേഴ്സിനെയും, നമ്മുടെ 8 ഭവനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിച്ച് ത്യാഗപൂർവ്വം നമുക്ക് നൽകിയ ബഹുമാനപ്പെട്ട കുഞ്ഞുമോൻ ചേട്ടനെയും 8 കുടുംബാംഗങ്ങളെയും, സ്മിത ജോമോൻ മുളങ്കൊമ്പിൽ, ഷീന മലയിൽ പൊതുവാൾ, ബേബി അളകുമലയിൽ, ജോഷി തവക്കൽ, ഷേർലി നെല്ലിക്കുന്നേൽ, മാത്യു മുലയാനിക്കുന്നേൽ, ജോസഫ് പരത്തുവയൽ, ബീന കരിമ്പന്നൂർ, ഈ കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും ഇവിടെ സാന്നിധ്യം കൊണ്ടായിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പരിപാടിക്ക് ആമുഖ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനപ്പെട്ട മുൻ പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി ഫിലിപ്പ് നൈനാൻ സാറിനെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു.
തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിവന്യ ജോസഫ് മാർ തോമസ് തിരുമേനി, വന്യ IC ബാലകൃഷ്ണൻ MLA സർ, വന്യ കോർപ്പിസ് കോപ്പാച്ച, വന്യ ജനാളച്ചന്മാരെ, വന്യ മദർ, വന്യ വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, വളരെ ലളിതമായ വളരെ ചെറിയ ഈ യോഗത്തിന് ദീർഘമായ ഒരു ആമുഖ പ്രഭാഷണത്തിന് സാധ്യതയില്ല. എങ്കിലും അഭിവന്യ ജോസഫ് മാർ തോമസ് തിരുമേനിയുടെ ഒരു സ്വപ്ന പദ്ധതി, അതിനപ്പുറത്ത് ദൈവാനുഗ്രഹം കൈപിടിച്ച് നടത്തിയ ദൈവ പദ്ധതി എന്ന നിലയിൽ മാർത്തോമാ ശ്ലീഹായുടെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഈ പദ്ധതിയുടെ കടന്നു വന്ന നാൾവഴികളെ പറ്റി 2-3 വാക്കുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും അറിവോടുകൂടി അല്ലെങ്കിൽ അനുഗ്രഹത്തോടുകൂടി ഇവിടെ അവതരിപ്പിച്ചുകൊള്ളട്ടെ. 2022 പാസ്റ്ററൽ കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച വന്യ ജോസഫ് തിരുമനസ് തിരുമേനി, നമ്മളുടെ സഭയുടെ 100-ാം വർഷം ആഘോഷിക്കുന്ന വേളയിൽ സഭയിൽ എല്ലാവർക്കും ഭവനം ഉണ്ടായിരിക്കുന്ന ഒരു സിനഡിന്റെ സ്വപ്നത്തെ പറ്റി സംസാരിച്ചു. ഈ പ്രഭാഷണത്തിനെ തുടർന്ന് നമ്മളുടെ പാസ്റ്ററൽ കൗൺസിൽ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അഭിവന്യ തിരുമേനിയോട് ബത്തേരി രൂപത അതിന്റെ ഏറ്റവും അടിയന്തരമായ പ്രാധാന്യം കൊടുത്ത് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമായിട്ട് ഇത് ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി. അഭിവന്യ തിരുമേനി ആ യോഗത്തിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ ബത്തേരി രൂപതയുടെ ഏറ്റവും വലിയ മുൻഗണന അർഹിക്കുന്ന പദ്ധതിയായിട്ട് നമുക്ക് ഇത് ഏറ്റെടുക്കാമെന്ന് പ്രസ്തുത യോഗത്തിൽ വെച്ച് തന്നെ സന്തോഷപൂർവ്വം അഭിനന്ദ തിരുമേനി പ്രഖ്യാപിക്കുകയും അവിടെ വെച്ച് ഒരു അഡ്ഹോ കമ്മിറ്റിയെ പിതാവ് നിശ്ചയിക്കുകയും ചെയ്തു. അന്നു മുതൽ നാളിതുവരെ ഈ പദ്ധതിയുടെ ആത്മാവും ജീവാത്മാവും പരമാത്മാവുമായിട്ട് പ്രവർത്തിക്കുകയും അതിന് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകുകയും ഇത് മനസ്സിൽ കൊണ്ടു നടക്കുക മാത്രമല്ല ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് ഈ പദ്ധതിയെ മുൻപോട്ട് കൊണ്ടുപോയത് അഭിനന്ദ ജോസഫ് മാർ തോമസ് തിരുമേനി തന്നെയാണ്. മാർ ജോസഫ് സപ്തതി സ്മാരക ഭവന നിർമ്മാണ പദ്ധതി എന്ന ഇതിന് നാമകരണം ചെയ്യപ്പെട്ടത് ദൈവഹിതമനുസരിച്ചാണ് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് കടന്നു വന്ന വഴികളിലെല്ലാം അഭിനന്ദ ജോസഫ് തിരുമേനിയുടെ കരസ്പർശമുണ്ടായിരുന്നു. നമ്മളുടെ ഈ പദ്ധതിയുടെ നടത്തിപ്പിനായിട്ട് വളരെ സങ്കീർണമായ ഒരു സർവേ പ്രിയപ്പെട്ട വന്യ വൈദികരുടെയും നമ്മളുടെ NCA പ്രവർത്തകരുടെയും ഒക്കെ സഹകരണത്തോടുകൂടി നാം നടത്തുകയുണ്ടായി. നമ്മുടെ 10 മേഖലകളിലായിട്ട് ഭവനമില്ലാത്ത മുഴുവൻ പേരുടെയും വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുകയും അതിനെ നാം 2ആയിട്ട് ക്രോഡീകരിക്കുകയും ചെയ്തു. ഒന്നാമതായിട്ട് സ്ഥലവും വീടും ഇല്ലാത്ത നമ്മുടെ സഹോദരങ്ങൾ, 2 സ്ഥലമുണ്ട് വീടില്ലാത്ത നമ്മുടെ സഹോദരങ്ങൾ. ഇത്തരണത്തില് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഒരു 200ഓളം ആളുകളെ ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും പിന്നീട് നമ്മളുടെ ബഹുമാനപ്പെട്ട ബഥനി സിസ്റ്റേഴ്സ്, DM സിസ്റ്റേഴ്സ്, അതുപോലെ നമ്മളുടെ OIC ഫാദേഴ്സ് തുടങ്ങിയവരും ശ്രേയസ്സും കണ്ടെത്തിയ മറ്റുള്ളവരെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ബൃഹത് പദ്ധതിയായിട്ട് ഇത് രൂപീകരിക്കപ്പെടുകയും ചെയ്തു. ഇന്ന് നാം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 200 പേരിൽ ഏകദേശം 270 പേരിൽ ഏകദേശം 100 വീടുകൾക്കടുത്ത് നാം ഇത് നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായ ഒരു ദൈവ നടത്തിപ്പാണ്. ഇതില് സഹകരിച്ചവർ അനേകം പേരുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഇതിന്റെ വിശദമായ റിപ്പോർട്ടുകളിൽ പിന്നീട് പരിചയപ്പെടുത്തും. എങ്കിൽ പോലും നമ്മൾ മറക്കാൻ പാടില്ലാത്ത 2-3 കാര്യങ്ങൾ മാത്രം ഇവിടെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമതായിട്ട് ഇതിന് തീരുമാനമെടുത്ത അല്ലെങ്കിൽ ഇത്തരം ഒരു ബൃഹത് പദ്ധതി ഒരുപക്ഷെ കണക്കുകൂട്ടി നോക്കിയാൽ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്ക് വരുന്ന ഒരു പദ്ധതി ദൈവാശ്രയത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നിൽ കണ്ട് ഇറങ്ങിയ അഭിനന്ദ ജോസഫ് മാർ തോമസ് തിരുമേനിയുടെ ദൈവാശ്രയവും അതിനപ്പുറത്ത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവുമാണ്. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും മാർ ജോസഫ് സപ്തതി സ്മാരക ഭവന പദ്ധതി ബത്തേരി രൂപതയുടെ ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ ആർക്കും ആവില്ല എന്നുള്ളതാണ് വാസ്തവം. അതിന്റെ പിന്നിൽ അദ്ദേഹം എടുത്ത ദൈവാശ്രയം, എവിടുന്ന് ഈ പൈസ കിട്ടുമെന്ന് അദ്ദേഹത്തോട് പലരും ചോദിച്ചപ്പോൾ അദ്ദേഹം നമ്മുടെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമത്തിന് മറുപടി തന്നെയാണ് പറഞ്ഞത്, അത് ദൈവം കണ്ടെത്തി തരും. അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അതിന് ഉറച്ച വിശ്വാസത്തിൽ അദ്ദേഹത്തെ വഴി നടത്തിയിട്ടുണ്ട് തമ്പുരാൻ. ദൈവം കണ്ടെത്തി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴുള്ള ഈ 8 ഭവനങ്ങളടക്കം ഇതിനുള്ള പൈസ ഓരോ പ്രാവശ്യവും ദൈവം കണ്ടെത്തി കൊടുക്കുന്നതാണ്. എനിക്ക് നേരിട്ടറിയാവുന്ന 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊള്ളട്ടെ. അതിനുശേഷം ഇന്ന് വരെ നടന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫീസ്റ്റിൽ മുഴുവൻ ഇടയനോടൊപ്പം എന്ന പദ്ധതിയിലൂടെ നമ്മുടെ രൂപതയുടെ എല്ലാ മേഖലകളിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും നമ്മുടെ വന്യ മോൺസിഞ്ഞോറച്ചന്മാരോടൊപ്പം ഒരു പ്രാവശ്യം പോകാൻ എനിക്കും അദ്ദേഹം അനുവാദം തന്നു. കഠിനമായ യാത്രകളിലൂടെ നമ്മുടെ മുഴുവൻ മേഖലകളിലും വളരെ കുറഞ്ഞ സമയങ്ങളിൽ സഞ്ചരിച്ച് നമ്മുടെ എല്ലാ മേഖലകളിലെയും ആളുകളെ നേരിട്ട് കണ്ട് അദ്ദേഹം ഇതിനാവശ്യമായ
സമ്പത്ത് സ്വരൂപിക്കുകയുണ്ടായി. കഴിഞ്ഞ 3 പ്രാവശ്യത്തെയും ഇടയനോടൊപ്പം പദ്ധതിയുടെ മുഴുവൻ പണവും ഈ പദ്ധതിക്ക് വേണ്ടിയാണ് അവിടുന്ന് ചെലവഴിച്ചിട്ടുള്ളത്. അതിന് പുറമെ MCAയുടെ പങ്കാളിത്തം എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ചും റോയ് സാറിന്റെയും ബഹുമാനപ്പെട്ട പ്രിൻസ് സാറിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള 2 സമിതികൾ, ജെയിംസ് അച്ഛന്റെയും ഇപ്പോഴത്തെ സാന്നിധ്യം ആദരവോടുകൂടി ഓർക്കുന്നു. MCAയുടെ വളരെ നിർണായകമായ ഒരു പങ്കാളിത്തം ഈ കാര്യത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു പങ്കാളിത്തം തീർച്ചയായിട്ടും ശ്രേയസിൻ്റെതാണ്. ശ്രേയസിന്റെ വിവിധങ്ങളായ യൂണിറ്റുകളുടെയും പ്രവർത്തകരുടെയും പങ്കാളിത്തത്തോടു കൂടി നമ്മുടെ രൂപതയുടെ എല്ലാ മേഖലകളിലും ഈ ഭവന പദ്ധതി, ഏറ്റവും ഒടുവില് ഈ പദ്ധതിയും ഒരു യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഡേവിഡ് അച്ഛന്റെ നേതൃത്വത്തിലുള്ള ശ്രേയസ് ടീം എടുത്തിട്ടുള്ള ഉദാത്തമായ നിലപാടുകളെ ആദരവോടുകൂടിയാണ് ഞാൻ കാണുന്നത്. നമ്മുടെ എല്ലാ കോൺഗ്രിഗേഷൻസും, പ്രത്യേകിച്ച് ബഥനി വിശാലീകരണ സന്യാസ സമൂഹവും മേരി മക്കൾ സന്യാസ സമൂഹവും ബഥനി ഫാദേഴ്സും ഈ പദ്ധതിയിൽ ഉൾച്ചേരുകയും തങ്ങളാൽ കഴിയുന്നത്ര പങ്കാളിത്തവും പ്രോത്സാഹനവും ഈ പദ്ധതിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും കഴിഞ്ഞ പാസ്റ്ററൽ കൗൺസിലിന്റെ ഒരു യോഗത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛന്റെ ഒരു ചോദ്യത്തിന് നമ്മളുടെ പങ്കാളിത്തം എന്താണ് ഇക്കാര്യത്തിൽ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയത് 9 ലക്ഷത്തോളം രൂപ ആ മീറ്റിംഗിൽ വെച്ച് തന്നെ ഓഫർ ചെയ്തുകൊണ്ടായിരുന്നു. അത്തരത്തിൽ പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങളുടെ ഉദാത്തമായ സംഭാവനയും ഇതിന് മുതൽക്കൂട്ടായിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ ലളിതമായ യോഗത്തില് ദീർഘമായ ഒരു പ്രഭാഷണത്തിന് സാധ്യതയില്ല. ഒരു കാര്യം മാത്രം നമ്മുടെ മനസാക്ഷിയുടെ മുൻപിൽ വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കണ്ണൂർ മേഖലയിൽ ഇതിന്റെ ഗുണഭോക്താക്കളെ തീരുമാനിക്കാൻ വേണ്ടി ഞങ്ങൾ നടത്തിയിട്ടുള്ള യാത്രകളിൽ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു ചെറിയ സംഭവം. 4 കയറുകളിൽ താങ്ങി നിർത്തപ്പെട്ട സാറ്റിന്റെ അല്ലെങ്കിൽ ടാർപോളിൻ ഷീറ്റുകളിൽ ഇപ്പോഴും നമ്മുടെ സഹോദരങ്ങൾ അന്തി ഉറങ്ങുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ബൈബിളിലെ നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ താമസിക്കാൻ എന്ത് അർഹതയാണെന്നുള്ള പ്രവാചകന്റെ ചോദ്യം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിലേക്കാണ് പതിയേണ്ടത്. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുടെയും മനസാക്ഷിയും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുടെയും പങ്കാളിത്തവും അഭിമന്യ തിരുമേനിയുടെ കരങ്ങൾക്ക് ശക്തി പകരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് ഇന്ന് ഭവനം ലഭിച്ച എല്ലാവർക്കും ഒരു പുതിയ ഭവനത്തിന്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഇതിനോട് ചെറുതും വലുതുമായ തരത്തിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എളിയവനായി എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് അഭിമന്യ തിരുമേനിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഈ യോഗത്തിന് അധ്യക്ഷതപരമായി സംസാരിക്കുക ഭീമപിതാവാണ്. രൂപതയിൽ 271 വീടുകൾ ഭീമപിതാവിന്റെ നിർദ്ദേശത്തോടുകൂടി ഈ 2-3 വർഷം കൊണ്ട് ശ്രേയസിന്റെ വിവിധ യൂണിറ്റുകളിൽ 78 വീടുകൾ, SAPയുടെ ഫണ്ടോടുകൂടി ഈ വരുന്ന 7 മാസം കൊണ്ട് 20 വീടുകൾ, അതോടൊപ്പം തന്നെ ചൂരമല മുണ്ടക്കൈ പ്രദേശത്ത് നടന്ന ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് വീടില്ലാത്തവർക്ക്, സ്ഥലമില്ലാത്തവർക്ക് 10-21 വീടുകളാണ് ഈ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് രൂപതയുടെ നേതൃത്വത്തിൽ പൂർത്തീകരിക്കാൻ പോവുക. ഭീമപിതാവിനെ അധ്യക്ഷപദത്തിൽ സംസാരിക്കുവാൻ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ആദരണീയനായ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ IC ബാലകൃഷ്ണൻ, നമ്മുടെ രൂപതയുടെ ജനറൽമാർ, ഈ ദേവാലയത്തിൻ്റെ പ്രിയ ക്രിസ്തോപ്പാച്ചൻ, വാഴമുള്ള ഭക്തനജ, ഏറ്റവും സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സ്, പാസ്റ്റർ കൗൺസിലർമാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും വളരെയേറെ സന്തോഷവും ആത്മസംതൃപ്തിയുമുള്ള ഒരു സന്ദർഭമാണിത്. നമ്മുടെ 8 സഹോദരങ്ങൾക്ക് ഈ ദേവാലയത്തോട് അനുബന്ധിച്ച് അവർക്ക് ദൈവത്തെ സ്തുതിക്കുവാനും ഉറങ്ങുവാനും നമ്മളുടെ അതിഥികളെ സ്വീകരിക്കുവാനും ഒക്കെ ആയിട്ട് 8 ഭവനങ്ങൾ നിർമ്മിക്കപ്പെട്ടു എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതിയുടെ ഭാഗമായിട്ട് ഞാൻ കാണുകയാണ്. പ്രിയപ്പെട്ട മുൻ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ഫൈനാൻസ് സാറിനെ വിശദീകരിച്ച് പറഞ്ഞതുകൊണ്ടും വളരെ ലളിതമായ മീറ്റിംഗ് ആയതുകൊണ്ടും വിശദമായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും തിരികെ പോകുന്നില്ല. പ്രത്യേകിച്ച് വിളങ്കര സുറിയാനി കത്തോലിക്ക സഭയെ സംബന്ധിച്ച് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ സഭയുടെ പുനരുദ്ധരിക്കാൻ പ്രേക്ഷിച്ച സെന്റിനറി ആഘോഷിക്കുന്ന അവസരത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ സിനഡിലെ 5 വർഷം മുമ്പ് വരികയും പിതാക്കന്മാരെ ഒന്നിച്ചു പറഞ്ഞു ബാഹ്യമായ ആഘോഷങ്ങളും ആഡംബരങ്ങളും നമുക്ക് ഈ സെന്റിനറിയുമായിട്ട് വേണ്ട. നമ്മളുടെ സഭയിൽ ഭവനമില്ലാത്ത, ഭൂമിയില്ലാത്ത സഹോദരങ്ങളുണ്ട് എന്ന രീതിയിൽ
അവർക്ക് ഒരു 5 സെന്റ് ഭൂമിയും ഒരു ഭവനം കൊടുക്കുന്നതായിരിക്കണം നമ്മുടെ സെന്റിനയുടെ ആഘോഷം. എല്ലാ രൂപതകളിലും അങ്ങനെ ചുരുങ്ങിയ സമയത്തോടെ ചെയ്യാൻ സാധ്യമല്ല. എങ്കിലും കഴിവുള്ള രൂപതകളെല്ലാം അത് ഏറ്റെടുത്ത് അതൊരു യാഥാർത്ഥ്യമാക്കണമെന്ന് പറഞ്ഞ അവസരത്തിൽ നമുക്കെല്ലാവർക്കും വളരെയേറെ സന്തോഷം ഉണ്ടായി എന്നതാണ്. ഞാൻ ഈ ഒരു കാര്യം നമ്മളുടെ സഭയുടെ മുഖ്യ കൂടിയ ആലോചന സമിതിയായ പാസ്റ്ററൽ കൗൺസില് പറഞ്ഞ അവസരത്തിൽ അവരെന്നോട് ചോദിച്ചു, ബത്തേരി രൂപതയ്ക്ക് 5 വർഷത്തിനുള്ളിൽ ഏറ്റെടുത്ത് നടത്തുവാൻ സാധ്യമല്ലേ? അതൊരു പുരുഷാത്മാവിൻ്റെ ശബ്ദമായിട്ട് എനിക്ക് തോന്നുകയും ഞാൻ പറഞ്ഞു, ഞാൻ റെഡിയാണ്, നിങ്ങൾ റെഡിയാണെങ്കിൽ. അവിടെ വെച്ച് തന്നെ ഇവിടെ ഞാൻ സാർ പറഞ്ഞ പോലെ പാസ്റ്റർ കൗൺസിൽ ഞങ്ങളെല്ലാവരും ഏതാണ്ട് 10 ലക്ഷത്തോളം രൂപ ആരുടെയും നിർബന്ധം കൂടാതെ ഈ നിർമ്മാണ പദ്ധതിയിലേക്ക് നൽകുകയുണ്ടായി. അതിനുശേഷം നമ്മുടെ ഭവന നിർമ്മാണ പദ്ധതി നമ്മുടെ രൂപതയിലെ ഏറ്റവും ചെറിയ സൺഡേ സ്കൂൾ കുട്ടികൾ മുതൽ സൺഡേ സ്കൂളുകാരുടെ ഒരു പിരിവുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഈ ലഭിക്കാത്ത കുട്ടികൾ ഇരിക്കുന്നു. അതുപോലെ നമ്മളുടെ MCA പ്രവർത്തകർ യുവജനങ്ങൾ ഒരു വീടുകൾ വേറെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാതൃവേദിയിലെ അമ്മമാരുടെ സംഭാവനകൾ ഇതിനോട് ചേർന്നിട്ടുണ്ട്. നമ്മുടെ MCAയുടെ സംഭാവനകൾ ഇതിനോട് ചേർന്നിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യാത്ത ആൾക്കാരുടെ സംഭാവനകൾ ഇതിനോട് ചേർന്ന് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ സഭയിലെ എല്ലാ സന്യാസ പദവികളും പ്രത്യേകിച്ച് ബത്തേരി യുവതിയിൽ മറ്റു യുവതിയിൽ നിന്നൊക്കെ തന്നിട്ടുണ്ട്, ഇതിനോട് ചേർന്നിട്ടുണ്ട്. വിവിധ കോൺഗ്രിഗേഷനുകളുടെ സംഭാവനകളുണ്ട്. അതുപോലെ തന്നെ വളരെ ത്യാഗപൂർവം ഇതിനകത്ത് ആരും അറിയാതെ സംഭാവനകൾ, ഇങ്ങനെ അനേകം കാറ്റഗറികൾ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ പാസ്റ്റർ കൗൺസിൽ ഏറ്റെടുത്ത അവസരത്തിൽ അതെങ്ങനെ നിർവഹിക്കണമെന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ആലോചിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ രൂപതയിൽ എത്ര പേർക്കാണ് വീടില്ലാത്തത്, എത്ര പേർക്കാണ് സ്ഥലമില്ലാത്തത് സർവേ നടത്തി. ആ സർവേയിലാണ് 271 പേർക്കാണ് ഭവനമില്ലാത്തത്, വീടില്ലാത്തതെന്ന് കണ്ടെത്താനിടയായത്. 71 പേർക്ക് ഭൂമിയില്ല. അപ്പോൾ ഭൂമി എവിടെ നിന്ന് കൊടുക്കും? നമ്മുടെ ഭൂമി തന്നെ കൊടുക്കുമെന്നുള്ള തീരുമാനിച്ചു. എല്ലാ പള്ളികളിലും ഈ ഒരു കാര്യം പറഞ്ഞ അവസരത്തിൽ നമ്മുടെ പള്ളിയോട് ചേർന്ന കൽപ്പറ്റ ഉൾപ്പെടെ ചെറിയ സ്ഥലമാണ്, അവിടെ ഉൾപ്പെടെ 3 വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ വൈദിക ജില്ലകളിലും നമ്മുടെ വൈദികരും സന്യസ്തരും അൽമാരും വളരെ സന്തോഷത്തോടു കൂടി ഇതിനകത്ത് പങ്കെടുക്കുകയും ഈ ഒരു കാര്യം യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി ഇപ്പോൾ ഏതാണ്ട് 100ഓളം വീടുകൾ തീർന്നു കഴിഞ്ഞ് 2027 ബാക്കി 171 വീടുകൾ തീർക്കുമെന്നാണ് വിളിച്ചത് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ശ്രേയസിൻ്റെ എല്ലാവരുടെയും കൂട്ടായ്മയിൽ അതിങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കും. ഓരോ ജില്ലാ കേന്ദ്രങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ, കാസർഗോഡ് മേഖലകളിൽ എല്ലാവർക്കും വീടായി കഴിഞ്ഞു. ഈ ഒരു 1-2 മാസത്തിനുള്ളിൽ ബത്തേരി മേഖലയിൽ എല്ലാവർക്കും വീടുകളായി കഴിയും. ബത്തേരിയിൽ നമുക്ക് പണിയാനായിട്ട് 20 വീടുകൾ ഇപ്പോഴും നമ്മുടെ ഉണ്ട്. MLA പാവപ്പെട്ട വീടുകളൊന്നും സംഭാവന നൽകുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്കറിയാവുന്ന പോലെ ബത്തേരിയിൽ നമ്മുടെ ഈ വയനാട്ടിലെ എല്ലാവർക്കും ഭവനം കൊടുക്കുവാനായിട്ടുള്ള പ്രോഗ്രാംസ് ഇങ്ങനെ പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാരെ ഏൽപ്പിക്കും എന്ന് ചോദിച്ച അവസരത്തിൽ ആരുടെയും പ്രേരണ കൂടാതെ നമ്മുടെ അൽമായിലെ MCAക്കാർ എണീറ്റ് വന്നിരിക്കുന്നു. റോയ് സാറായിരുന്നു നമ്മുടെ പ്രസിഡന്റ്, ജെയിംസ് അച്ഛനാണ് അതിൻ്റെ ഡയറക്ടർ. അവരെ എണീറ്റ് വന്ന് ഞങ്ങൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് അങ്ങനെ അവരെ ഏറ്റെടുത്ത് ഇതിൻ്റെ കാര്യങ്ങൾ നടത്തുകയും അതുപോലെ ആരാണ് ഇത് ചുമതലയേൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമാനത് ഞാൻ എടുത്തോളാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഒക്കെ വന്നു. നമുക്കറിയാവുന്ന പോലെ ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അനേകം ആൾക്കാരുടെ ത്യാഗനിർഭരമായ ത്യാഗങ്ങൾ ഇതിനോട് ചേർന്ന് ഇരിപ്പുണ്ട്. യഥാർത്ഥത്തിൽ ഓരോരുത്തരോടും വ്യക്തിപരമായിട്ടുള്ള നന്ദി നമുക്ക് പറയുവാനായിട്ടുള്ളത്. ഏറ്റവും വലിയ നന്ദി എന്ന് പറയുന്നത് നമ്മുടെ 8 കുടുംബങ്ങൾ ഇന്ന് മുതൽ അവിടെ പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ച് അവിടെ ഉറങ്ങുന്നതാണ് ഏറ്റവും വലിയ നന്ദി നിങ്ങൾക്ക് ലഭിക്കുവാനുള്ളത് അർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വീടുകളിലൊക്കെ കിടന്ന് ചെല്ലുന്ന അവസരത്തിൽ പറയാവുന്ന പോലെ ഒരു ഭവനം ലഭിക്കുക എന്ന് പറയുന്നത് ഈ ലോകത്തെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. ഇവിടെ ഞാൻ സാറ് പറഞ്ഞതുപോലെ വെറും പ്ലാസ്റ്റിക്കൊക്കെ കെട്ടിക്കിടന്നുറങ്ങുന്ന അനേക ഭവനങ്ങൾ നമ്മുടെ വയനാട്ടിലൂടെ ഒക്കെ ഉണ്ട്. അവരെയൊക്കെ ഒരു 5 സെന്റ് ഭൂമിയുടെ ഉടമയും ഒരു കുഞ്ഞ് ഭവനമുള്ളവരാക്കി തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൈവ ആരാധനയെന്ന് ഞാൻ കരുതുകയാണ്. ദേവാലയത്തിൽ പ്രാർത്ഥിക്കുകയും കുർബാന അർപ്പിക്കുകയും അതുപോലെ തന്നെ മറ്റു തൽപ്രവൃത്തി ചെയ്യുന്നതുപോലെ തന്നെ
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനയും പ്രാർത്ഥനയുമാണ് വേദനിക്കുന്ന ആൾക്കാർ കിടന്നുറങ്ങുവാൻ, വിശ്രമിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ഭക്ഷണം കഴിക്കുവാൻ ഒരു കുഞ്ഞ ഭവനം ഉണ്ടാകുക എന്നുള്ളത്. അത് നമ്മളുടെ MCAയുടെ ആദ്യ പ്രവർത്തനങ്ങളാണ്. പിന്നീട് MCAയുടെ പ്രസിഡന്റ് അബ്ദുൽ സാർ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാവുന്നത് ജേക്കബ് ആയിഷേച്ചിന് അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ജനറാളന്മാർ രണ്ടുപേരുടെയും നല്ല സഹകരണം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ത്യാഗം ഏറ്റെടുത്തത് നമ്മുടെ ശ്രേയസ്സാണ്. പ്രിയപ്പെട്ട ഡേവിഡ് അച്ഛനാണ് ഇതിൻ്റെ അവസാനത്തെ ഫിനിഷിങ് നിർവഹിക്കുവാനായിട്ടിടയായത്. അറിയാവുന്നവര് പൈസ ഇല്ലാതെ വരുന്ന അവസരത്തിൽ ഞാൻ ഡേവിഡ് അച്ഛനെ വിളിച്ച് വെളിപ്പണിയൊക്കെ ചെയ്തേക്കുക. അച്ഛനെവിടുന്നതിനൊക്കെ പൈസ കണ്ടെത്തി അത് കൊണ്ടുവരികയും നമുക്കറിയാവുന്ന പോലെ നമ്മുടെ പാസ്റ്റൽ കൗൺസിലിൻ്റെ മുൻ സെക്രട്ടറി, എല്ലാ പാസ്റ്റൽ കൗൺസിൽ അംഗങ്ങളോടും നമ്മുടെ ഇരുപതിക്കുള്ള പ്രത്യേക നന്ദി ഞാൻ ഓരോരുത്തരോടും ഏർപ്പെടുത്തിയാണ്. അവരെയാണ് ഇങ്ങനെ ഒരു സ്പീഡായിട്ട് നടത്തുവാനായിട്ടുള്ള ഒരു പ്രചോദനം നൽകിയത് എന്നുള്ളതാണ്. അതിനോട് ചേർന്ന് നമ്മുടെ MCA, നമ്മുടെ മാതൃവേദി, നമ്മുടെ യുവജനങ്ങളെ, സൺഡേ സ്കൂൾ പ്രവർത്തകരെ, എല്ലാ കുടുംബങ്ങളും, പല കുടുംബങ്ങളും അതിനോട് പ്രത്യക്ഷമായും പരോക്ഷമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അവരെല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഭവനങ്ങളിൽ താമസിക്കുന്ന വ്യക്തികൾ എല്ലാവരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് വിശ്വസിക്കുകയാണ്. ഈ ഒരു ഭവനയുടെ കുദാശ ചെയ്യുന്ന അവസരത്തിൽ അവർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി നമ്മൾ ഈ ദേവാലയവും മനോഹരമാക്കി തീർക്കുവാനായിട്ടിടയായി. ഈ ദേവാലയത്തിന് എല്ലാ പ്രഗത്ഭനായ ഒരാളെ ബഹുമാനപ്പെട്ട നമ്മുടെ കൊറപ്പിസ്കോപ്പാൽസനെ ഇവിടെ വികാരിയായിട്ട് അപ്പോയിന്റ് ചെയ്ത്, അതുപോലെ ഡിസംബർ മാസം തുടങ്ങി ഇവിടെ ആരാധനയും പ്രാർത്ഥനയും ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നടക്കത്തക്ക രീതിയിൽ അമ്മമുടിയിൽ കൊറപ്പിസ്കോപ്പിന് വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തിലുള്ള നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ പ്രസ്ഥാനങ്ങളിലും നമ്മുടെ സഹകരണമായിട്ട് വരുന്ന ഒരു വലിയ പൊതു പ്രവർത്തകരെ നമ്മുടെ ചുറ്റുമുണ്ട്. നമുക്കറിയാവുന്ന പോലെ പ്രിയപ്പെട്ട IC ബാലകൃഷ്ണന് വേണ്ടതായിട്ടുള്ള സഹകരണങ്ങൾ MLA ഫണ്ടിൽ നിന്ന് നൽകിയിട്ടുണ്ട്. നമുക്ക് വെള്ളം കൊടുക്കുവാനും അതുപോലെ മറ്റു കാര്യങ്ങൾ, അതുപോലെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കരണ്ടെടുക്കുവാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവിടെ കുഞ്ഞുമോനോട് ചേർന്ന് ആരൊക്കെയാണ് പ്രവർത്തിച്ചതിന് കാര്യം അവരോട് ചേർന്ന് ഒത്തിരി പ്രവർത്തകരുണ്ട്. എല്ലാവരെയും എനിക്ക് പേരെടുത്ത് പറയാനായിട്ട് പ്രയാസമുണ്ടെന്ന് പറയാം. എല്ലാവരെയും നന്ദിയോട് ഓർക്കുകയാണ്. നമ്മളുടെ സഭയുടെ ഒരു പൊതു സമൂഹത്തിൻ്റെ മുഖമാണ് നമ്മുടെ ശ്രേയസ് എന്ന് പറയും. ശ്രേയസിൻ്റെ ഡയറക്ടർ, ശ്രേയസിൻ്റെ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് പുൽപ്പള്ളിയിൽ നമുക്ക് ഒരു വീട് തന്നെ എടുത്ത് അവരിവിടെ പണിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞ ഓരോ പ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ സഹായം അഭ്യർത്ഥിച്ച എല്ലാവരും തന്നെ സഹായം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില അവസരത്തിലൊക്കെ ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ പോകുന്ന അവസരത്തിൽ പിതാവിൻ്റെ ഭവന പദ്ധതി എങ്ങനെയുണ്ട്, ഞങ്ങളുടെ ഒരു ചെറിയ സംഭാവന ഇരിക്കട്ടെ എന്ന് ഹൈന്ദവ സഹോദരങ്ങൾ പോലെ ഇതിനകത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ ഞാൻ ഓർക്കുകയാണ്. ബത്തേരി പദ്ധതിയുടെ ഒരു പൊതു മുഖമാണ്, അല്ലെങ്കിൽ പൊതു ശുശ്രൂഷ കേന്ദ്രമാണ് ശ്രേയസ് എന്ന് പറയുന്നത്. ശ്രേയസിലെ എല്ലാ പ്രവർത്തകരെയും പ്രത്യേകം ഓർത്ത് നന്ദി പറയുന്നു. ഇതിനകത്ത് സഹകരിച്ച എല്ലാവരെയും, ആരുടെയെങ്കിലും പേര് ഞാൻ വിട്ടിട്ടുള്ളതെങ്കിൽ ബോധപൂർവ്വമല്ല, എല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുകയും നമ്മുടെ ഈ ഒരു വനപദ്ധതി ഇവിടെ പൂർത്തിയാകുമ്പോൾ ഇനിയും 100ഓളം വീടുകൾ തീരാനുണ്ട് എന്നുള്ളത് കൂടി ഓർക്കുന്നതുകൊണ്ട് എല്ലാവരും ചെറിയ ചെറിയ സംഭാവന നൽകുമ്പോൾ ഇത് വലിയ സംഭാവനയായിട്ട് മാറുകയാണ്. ഇവിടെ നമ്മുടെ ബാലകൃഷ്ണൻ ഇവിടെ വന്നതിനും നമ്മളെ സഹായിച്ചതിനും, അതുപോലെ നമ്മുടെ വാർഡ് മെമ്പർ ഇവിടെ വന്നതിനും സഹായിച്ചതിനും, അതുപോലെ മന്ത്രത്തിന് വിദ്യ തുടങ്ങി എല്ലാവരെയും ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഭവനത്തിൽ താമസിക്കുന്നവർക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിനെ നേതൃത്വം നൽകിയ ഡേവിഡത്തിന് പ്രത്യേക എല്ലാവരും ഒരു കയ്യടിയൊക്കെ കൊടുത്ത് ഉദ്ഘാടനം ചെയ്ത അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ തലകളായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യും. പ്രിയപ്പെട്ട അധ്യക്ഷൻ, നമ്മളൊക്കെ ആരാധിക്കപ്പെടുന്ന ആത്മീയ ഗുരു കൂടിയായ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് തിരുമേനി ബത്തേരി രൂപത അധ്യക്ഷൻ, ഈ വേദിയിലെ എൻ്റെ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, മറ്റ് വൈദിക സിസ്റ്ററെ, മറ്റ് നൈനാൻ സാർ ഉൾപ്പെടെയുള്ള പോസ്റ്റൽ കൗൺസിൽ അംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഞാനിവിടെ വന്നത് പിതാവിൻ്റെ സാന്നിധ്യത്തിൽ ദൈവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഒരു ജനപ്രതിനിധിയായിട്ടല്ല, ഒരു വിശ്വാസിയായിട്ടാണ് ഞാനിവിടെ വന്നത്.
കാരണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു 3 സെന്റ് ഭൂമി ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ആ ഭൂമി ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്ന് സ്വസ്ഥമായി കിടന്നുറങ്ങുന്നതിന് വേണ്ടി അടച്ചുറപ്പുള്ള ഒരു നല്ല ഭവനം ആഗ്രഹിക്കുന്നുണ്ട്. ഭവനം ലഭിച്ചു കഴിഞ്ഞാൽ അവരാഗ്രഹിക്കുന്നത് സ്വസ്ഥമായിട്ട് ഭക്ഷണം പാചകം ചെയ്യുന്നതിന് വേണ്ടി തടസ്സമൊന്നുമില്ലാതെ ലഭിക്കുന്ന അല്പം ശുദ്ധജലം അവരാഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞാൽ അവരാഗ്രഹിക്കുന്നത് ഒരു വെളിച്ചം, ചെറിയ വെളിച്ചം വീട്ടിലുണ്ടാകണമെന്ന്, നടക്കാൻ സ്ഥിരമായി യാത്ര ചെയ്യാൻ ഒരു വഴി. ഒരു മനുഷ്യൻ്റെ ഏറ്റവും ചെറിയ ആഗ്രഹങ്ങൾ അതാണ്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ അഭിമന്യ പിതാവിൻ്റെ നേതൃത്വത്തിലെ, സഭയുടെ നേതൃത്വത്തിലെ, ശ്രേയസിൻ്റെ നേതൃത്വത്തിലെ, വാസൽ കൗൺസിലിൻ്റെ നേതൃത്വത്തിലെ അത്തരം നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ സ്റ്റേറ്റ് ഹൈവേയുടെ ഈ ദേവാലയത്തിൻ്റെ തൊട്ട് 8 ഭവനങ്ങൾ മനോഹരമായി നിർമ്മിക്കാൻ ദൈവം നമ്മളെ സഹായിച്ചത്. പിതാവിൻ്റെ ആ ഒരു ആത്മീയമായ ഇടപെടലാണ്. എന്നോട് ഡേവിഡ് അച്ഛൻ പറഞ്ഞു, സാറേ ഒരു കുടിവെള്ളം അവിടെ വേണമല്ലോ. ഞാൻ പറഞ്ഞാൽ കൊടുക്കാം. സാർ ഒരു ചെറിയ വഴി വേണമല്ലോ, ആലോചിക്കാം. പക്ഷെ ഇതൊക്കെ നടപ്പാക്കി കൊടുക്കേണ്ടതുണ്ട്. ഞാൻ ഇലക്ഷൻ ആയതുകൊണ്ട് അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിതാവിൻ്റെ വലിയ ഒരു ദീർഘവീക്ഷണം. ഇന്നിപ്പോൾ ഞാനൊരു യോഗത്തിലിരിക്കുമ്പോൾ NGO-കളുടെ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച വന്നപ്പോൾ എനിക്ക് വളരെ വ്യക്തമായി ശ്രേയസിൻ്റെ, പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള ശ്രേയസിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായ യോഗത്തിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയമോ നോക്കിയിട്ടല്ല ശ്രേയസ് പ്രവർത്തിക്കുന്നത്. ഇന്ന് നിരവധി സഹോദരിമാർ അവരുടെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ശ്രേയസ്സുമായി ബന്ധപ്പെട്ടുള്ള വാളണ്ടിയേഴ്സായുള്ള പ്രവർത്തനങ്ങൾ മികവിൻ്റെ നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ വ്യക്തമായി എൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തോട് എനിക്ക് വളരെ വ്യക്തമായി ഇത് പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായിരുന്നാലും ഒരു നല്ല ദിനമാണെന്ന്. ഞാൻ ഒത്തിരി പരിപാടികൾ നടക്കുന്നുണ്ട്. അമ്പലവയല്, കോമാട്ടുചാല്, ചീരാലൊക്കെ പ്രോഗ്രാമുകൾ നടക്കുകയാണ്. പക്ഷേ ഈ പരിപാടി ഞാൻ വന്നില്ലെങ്കിൽ ഒന്ന് പിതാവിനോട്, ഒന്ന് സഭയോട്, ഒന്ന് മനോഹരമായ ഭവനത്തിലേക്ക് ഇന്ന് കാലെടുത്ത് വെക്കുന്ന ഈ കുടുംബങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ദ്രോഹമായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അവരുടെ കൂടെ പങ്കാളിയാകുക എന്നുള്ളതാണ്. ഈ ഭവനങ്ങൾ നടന്ന പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിച്ചുകൊണ്ട് ദൈവനാമത്തെ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ബത്തേരി രൂപതാധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് പിതാവേ, നമ്മൾ ഈ മഹത്തായ യോഗം ഉദ്ഘാടനം നിർവഹിച്ച ആദരണീയനായ MLA IC ബാലകൃഷ്ണൻ, ബഹുമാനപ്പെട്ട കോറബിസ്കോപ്പ മാത്യു അറമ്പുംകുടിയിലച്ചൻ, വാർഡ് മെമ്പർ, പ്രിയപ്പെട്ട വൈദികരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, ഏറ്റവും പ്രിയ സഹോദര സഹോദരിമാരെ, ബത്തേരി രൂപതയെ സംബന്ധിച്ച് തന്നെ വളരെ അഭിമാനത്തോടുകൂടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു അനുഗ്രഹീതമായ ദിവസം. ശക്തനായ ദൈവം എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നുള്ള വചനം ഓർക്കുകയാണ്. അഭിനന്ദനായ പിതാവിൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നതും പാപങ്ങളോട് പക്ഷം ചേരുന്ന കരുണയുള്ള ജീവിതത്തിൻ്റെ ഒരു പുതുമുഖം നമ്മൾക്ക് ഇന്ന് ഇവിടെ തുറന്നു കിട്ടിയിരിക്കുകയാണ്. എല്ലാ മനുഷ്യൻ്റെയും ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് അടച്ചുറപ്പുള്ള വാസയോഗ്യമായ ഒരു ഭവനം ലഭ്യമാവുക എന്നുള്ളത്. ബഹുമാനായ ഫിലിപ്പ് സാറ് സൂചിപ്പിച്ചതുപോലെ
അഭിനന്ദി പിതാവിൻ്റെ നാമഹേതുക തിരുനാളിനോടനുബന്ധിച്ച് പിതാവിനോടൊപ്പം നമ്മുടെ എല്ലാ വൈദിക ജില്ലകളിലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ യാത്രയായിട്ടുണ്ട്. എല്ലാ 10 വൈദിക ജില്ലകളിലും ആ കടന്നുവരവിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ 10 വൈദിക ജില്ലകളിലും എല്ലാ വർഷവും ഞാൻ പറഞ്ഞ ഒരു വാചകം, നമ്മളൊരു വലിയ സതുദ്ദേശത്തിൻ്റെ ഉദ്യമവുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഭവനമില്ലാത്ത മക്കൾക്ക് ഒരു ഭവനം കൊടുക്കുക. ഭവനമില്ലാത്ത മക്കൾ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് അത് ഒതുങ്ങിപ്പോയതുപോലെ തോന്നും. ഞാൻ ഒന്നുകൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു, ഭവനമില്ല എന്നുള്ളതല്ല, ഒരു ഇല്ലാൻഡോ ഒരു കാർഡിലോ ഒരു ലെറ്റർ എഴുതി സ്വന്തം മേൽവിലാസത്തിൽ അയക്കുവാനായിട്ട് അത് ലഭ്യമാകുവാനായിട്ട് യോഗ്യതയില്ലാത്ത മക്കൾ നമ്മുടെ വീടിനപ്പുറവും ഇപ്പുറവും ജീവിക്കുന്ന സാഹചര്യങ്ങൾ കാണുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഒരു അഡ്രസ് ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി ബത്തേരി ഭദ്രാസനത്തിന്റെ ഈ ഒരു ശുശ്രൂഷയോട് നമ്മുടെ ദൈവജനം ചേരണമെന്ന് ആവശ്യപ്പെട്ടു. അഭിനന്ദി പിതാവും ബഹുമാനപ്പെട്ട ഫിലിപ്പ് സാറും ഇവിടെ വ്യക്തമായി അത് അവതരിപ്പിച്ചു. നമ്മുടെ ദൈവജനം അത് എല്ലാ അർത്ഥത്തിലും തങ്ങളാൽ കഴിയുന്ന വിധം ആ ഉദ്യമത്തിൽ അണിചേർന്നു എന്നുള്ളത് നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ഇതൊരു വലിയ ഉദ്യമമാണ്. ഒത്തിരിയധികം ശ്രമം ഇനിയും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. 271 ഭവനങ്ങൾ നമുക്ക് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. 100ഓളം വീടുകൾ നമ്മൾ പൂർത്തീകരിച്ചു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് ബത്തേരി ഭദ്രാസനത്തിന് തന്റെ ദൈവജനത്തെ കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളത് ദൈവനാമത്തിൽ നമുക്ക് വിശ്വസിക്കാം, നമുക്കതിൽ പ്രത്യാശ അർപ്പിക്കാം. ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ വന്ന ഒരു വാർത്ത, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ്. നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറാൻമാർ കത്തോലിക്ക ബാബയുടെ നാമത്തിൽ പിതാവിന്റെ പൗരോഹിത്യ ജൂബിലിയോട് അനുബന്ധിച്ച് പണി ആരംഭിച്ച ഭവനങ്ങള് 2861 ഭവനങ്ങൾ പിതാവിന്റെ നാമത്തില് പിതാവിന്റെ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇതുവരെ പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് പറയുന്നത് കേരള സഭയ്ക്കെന്ന് മാത്രമല്ല, അത് ഈ പൊതുസമൂഹത്തിന് മലങ്കര സഭ നൽകുന്ന ഒരു വലിയ ദൈവിക അനുഗ്രഹമാണ് എന്ന് എടുത്തു പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പിതാവ് എപ്പോഴും പറയും, ദൈവം നമ്മളെ വഴി നടത്തിക്കും. നമ്മുടെ എല്ലാ ഉദ്യമങ്ങളും പണം നമ്മൾ സ്വരൂപിച്ചു വെച്ചിട്ടല്ല, പക്ഷെ ദൈവം നടത്തും. നിനക്കെന്റെ കൃപ മതി എന്ന് പൂർവ്വപിതാവിനോട് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ കൃപയിൽ നമ്മുടെ ഭദ്രാസനത്തെ, നമ്മുടെ രൂപതാധ്യക്ഷനെ തമ്പുരാൻ കർത്താവ് നടത്തുന്നത് കൊണ്ട് നമ്മുടെ കണക്കുകൂട്ടലുകൾക്കും നമ്മുടെ പ്രതീക്ഷയ്ക്കും അപ്പുറമായിട്ട് എല്ലാ കാര്യങ്ങളും എത്തുന്നു. ഇനിയും പൂർത്തീകരിക്കാനായിട്ടുള്ള ഭവനം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. സഹകരിച്ചിട്ടുള്ള, സഹായം നൽകിയിട്ടുള്ളവരുടെ സഹായങ്ങൾ ഇവിടെയും കൊണ്ട് അവസാനിക്കാതെ ഇനിയും നമുക്ക് ഇതുപോലെ വേദന അനുഭവിക്കുന്ന മക്കളെ നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ബത്തേരി ഭദ്രാസനത്തിന്റെ എല്ലാ മക്കൾക്കും സ്വാഭിമാനം കൊള്ളത്തക്ക നിലയിൽ വാസയോഗ്യമായ ഭവനങ്ങൾ നമ്മുടെ സഭയുടെ സെന്റിനറി ആഘോഷിക്കുന്നവരെ നമ്മൾ നോക്കി നിൽക്കുവാനിടയാകാതെ അതിനു മുമ്പ് തന്നെ പൂർത്തീകരിക്കുവാൻ ദൈവം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നല്ല ഉദ്യമത്തോട് അണിചേർന്ന ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ സഹകരണങ്ങൾ നൽകിയിട്ടുള്ളവർ, പ്രോത്സാഹനങ്ങൾ നൽകിയിട്ടുള്ളവർ, പ്രാർത്ഥനകൾ നൽകിയിട്ടുള്ളവർ നിര നീണ്ടതാണ്. ഏവർക്കും എല്ലാവിധമായ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ഒപ്പം പുതിയ ഭവനത്തിലേക്ക് പ്രാർത്ഥനയോടെ കാലെടുത്ത് കുത്തുന്ന പ്രിയപ്പെട്ട മക്കളെ, ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിന്റെ സമസ്ത ആവശ്യങ്ങളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കിനെ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ യോഗത്തിന് ആശംസകളായി സംസാരിക്കാൻ ഡിവിഷന്റെ കൗൺസിലർ ഏറ്റവും ബഹുമാനിയായ ബിന്ദു രവി അവരുടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
MLA അവർ, സിസ്റ്റേഴ്സ്, മറ്റ് സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം. ഏതൊരു മനുഷ്യൻ്റെ സ്വപ്നമാണ് ഒരു ഭവനം എന്നത്. അത് ഇന്ന് ഇവിടെ നമുക്ക് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന് മുൻനിരയിൽ പ്രവർത്തിച്ച എല്ലാ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം ഈ 8 വീട്ടിലെ ഭവന ഉള്ള ആളുകൾക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. യോഗത്തിന് ആശംസ പറയി സംസാരിക്കുവാൻ MCയുടെ മുൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത, അതുപോലെ തന്നെ വീടുകളുടെ ഈ 3-ാം വയൽ വീടുകളുടെയൊക്കെ പണി തുടക്കത്തിൽ ആരംഭിച്ച ഏറ്റവും ബഹുമാനപ്പെട്ട ജെയിംസ് മലയപ്പുറങ്ങളെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പിതാവേ, നിയമോത്സവന്മാരെ, വിജ്ഞാന സാർ, വിധിയിലും സ്വസ്ഥമായിരിക്കുന്ന പ്രിയമുള്ളവരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, വൈദികരെ, ഇതിൻ്റെ പണി തുടങ്ങുന്ന സമയത്താണ് പ്രത്യേകമായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ പിതാവ് ഇത് ഏൽപ്പിക്കുകയും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്തു. പിന്നെ പിതാവിൻ്റെ വലിയൊരു ഉദ്യമം, അതിൻ്റെ എനിക്ക് തോന്നുന്നു 80% അത് പൂർത്തീകരിച്ചു എന്നാണ് എൻ്റെ മനസ്സ് പറയുക. കാരണം എല്ലാവരുടെയും മനസ്സിൽ മറ്റുള്ളവർക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊരു തോന്നൽ ഈ പദ്ധതി ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങോട്ട് ഓടി വന്നപ്പോൾ നമ്മുടെ ജോമോൻ ചേട്ടൻ അവിടെ കരഞ്ഞുകൊണ്ട് വന്നായിരുന്നു. സന്തോഷം കൊണ്ടാണ് കരഞ്ഞത്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സഭയെ പിടിച്ചു നിർത്തിയ പിതാക്കന്മാരുടെയും വൈദികരുടെയും സന്യസ്തരുടെയും ഒക്കെ പ്രാർത്ഥനയായിരുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു സഭ ഇങ്ങനെ ചെയ്യുന്ന ഓരോ നന്മകളായിരിക്കും നമ്മുടെ സഭയും ബത്തേരി രൂപതയൊക്കെ കൂടുതൽ മുന്നോട്ട് നയിക്കാൻ കാരണമാകുന്നു എന്ന് എനിക്ക് തോന്നിയാണ്. എന്താണ് ഈ കണ്ണുനീർ തുടയ്ക്കുക എന്ന് ഉള്ള സംഭവം ശരിക്കും എനിക്ക് മനസ്സിലായില്ല. ഇന്നിപ്പം ജോമനേട്ടൻ കരഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് നമ്മൾ കണ്ണുനീർ ഓരോരുത്തരുടെയും തുടയ്ക്കുന്നത്. അപ്പം ഭവനമില്ലാത്തവർക്കുള്ള കണ്ണുനീർ ബത്തേരി രൂപത തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉദ്യമത്തിന് എല്ലാ പ്രാർത്ഥനകളും നേരുന്നു. ഇതിനുവേണ്ടി അധ്വാനിച്ച, സമ്പത്ത് നൽകി സഹായിച്ച, പ്രാർത്ഥിച്ച എല്ലാവരെയും ഓർക്കുന്നു. എല്ലാ ആശംസകളും. യോഗത്തിന് ആശംസകൾ അറിയി സംസാരിക്കുവാൻ ഇപ്പോഴത്തെ രൂപതയുടെ MCA രൂപത പ്രസിഡന്റ്, റിട്ടയർഡ് SP, ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിൻസ് എബ്രഹാം സാറിനെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും സ്നേഹനിധിയായ ബത്തേരിയുടെ പള്ളികളെ, ഒരു ജലമർമ്മരം പോലെ ഹൃദയാർദ്രമായ ഒരു മനസ്സിൽ നിന്ന് ഒരു ദൈവവിളി പോലെ ഒരു അപേക്ഷയാണ് ഈ വീട് നിർമ്മാണത്തിന് വേണ്ടി പിതാവ് നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു. അത് ദൈവം കർത്താവ് അത് സാധിച്ചു കൊടുത്തു. 8 ഭവനങ്ങൾ ചെറിയ സംഗതിയല്ല. ബത്തേരി രൂപതയെ പോലെയുള്ള വലിയ സമ്പത്തൊന്നുമില്ലാത്തൊരു രൂപതയിൽ നിന്നും 8 വീടുകൾ വളരെ അഭിമാനത്തോടുകൂടി നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ കൂട്ടായ്മയുടെ ശക്തിയാണ്. അത് നയിച്ച പിതാവിനുള്ളതാണ് എല്ലാ ക്രെഡിറ്റും. അദ്ദേഹത്തിനോടൊപ്പം നിന്ന അന്ന് വൈദികർ, ശ്രേയസ്, MCA അടക്കമുള്ള ആൾക്കാർ, എല്ലാ അച്ഛന്മാരും. നമ്മൾ സമ്പത്തിൽ പുറകിലാണെങ്കിലും ഐക്യത്തിൽ നമ്മൾ മുന്നിലാണ് എന്ന് പല കുറി നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിന് ബാബ തിരുമേനിയുടെ ശതാബ്ദിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ തീരുമാനങ്ങൾ പോലും അതിന് ഉദാഹരണമാണ്. എത്ര വീടുകളാണ് അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ സാധ്യമാക്കാൻ ദൈവത്തിന് സാധിക്കും എന്നുള്ളത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. 8 ഭവനം. അച്ഛന്മാരെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഒരു വീടില്ലാത്തവന്റെ വിഷമം ഇല്ലാത്തവനെ അറിയൂ. ഒരു കൂരയുടെ കീഴിൽ കിടക്കാൻ
ഭാഗ്യമില്ലാത്ത എത്രയോ പേര് ഇപ്പോഴും ഉണ്ട്. അതിന് പിതാവിൻ്റെ ഒരു തീരുമാനം ഗംഭീരമായിരുന്നു, മാനുഷികമായിരുന്നു, വാക്കുകൾക്ക് അതീതമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയാം, എൻ്റെ ഇടവകയില് പിതാവിൻ്റെ ഒരൊറ്റ തീരുമാനം കൊണ്ട് വീടില്ലാത്ത ഒരാളും ഇന്നില്ല. അഭിമാനപൂർവ്വം പറയുന്ന ഒരു സാധനമാണ്. എല്ലാവർക്കും ഞങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ട് സാധിച്ചു. മറ്റവനച്ഛൻ്റെ ഒരു തീരുമാനം വന്നിട്ട് അപ്പം ഈ പരിപാടിക്ക് ഈ വീടുകളിൽ താമസിക്കുന്നു, ഈ ദേവാലയത്തെ കുറിച്ച് പറയുമ്പോൾ എത്ര ഹൃദയസ്പർക്കായിട്ടാണ് ഈ ദേവാലയം നിർമ്മിച്ചത്. ഇതിന്റെ വലിപ്പമല്ല, ഇതിന്റെ എളിമയും ഇതിന്റെ സൗന്ദര്യവും എടുത്തു പറയേണ്ടതാണ്. ഇവിടെ ദൈവം ഒരു ദേവാലയത്തിൽ ഇറങ്ങുമെങ്കിൽ സത്യമായിട്ട് ഞാൻ പറയുന്നു, ഈ ദേവാലയത്തിൽ, ഈ കൊച്ചു ദേവാലയത്തിൽ ഇറങ്ങി വരും ഈ മനുഷ്യന്മാരെ അനുഗ്രഹിക്കാനായിട്ട് വരും. എല്ലാവർക്കും എല്ലാ വിഭാഗങ്ങളും പിതാവിന്റെ തീരുമാനത്തിനോട് ചേർന്ന് നിൽക്കാൻ കുറച്ചെങ്കിലും സാധിച്ചു എന്നുള്ളൊരു ബോധം എനിക്ക് MCAക്കാർ പോലീസ് അടക്കമുള്ള മുൻ ഭാരവാഹികൾ ഇപ്പോഴുള്ള സാധിക്കുന്നു. പിതാവെ, ഇനിയും ഇദ്ദേഹത്തിന്റെ തീരുമാനങ്ങളോടൊപ്പം നിൽക്കുവാൻ ഞങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. ചെറിയ യോഗത്തിന് നന്ദി അറിയിച്ച് സംസാരിക്കുവാൻ പാസ്റ്റർ കൗൺസിലെ മെമ്പർ, അതോടൊപ്പം തന്നെ നമ്മുടെ ഹൗസിംഗ് പ്രോജക്റ്റിന്റെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ഏറ്റവും ബഹുമാനിയായ പെറ്റി ടീച്ചറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അഭിവന്യ പിതാവേ, മുഖ്യ വികാരി ജനറൽ പെരിയ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കീപ്പള്ളി കോർപ്പിസ്കോപ്പാച്ച, വാർഡ് മെമ്പർ ശ്രീമതി ബിന്ദു രവി, ബഹുമാനപ്പെട്ട അറമ്മൻകുടി കോർപ്പിസ്കോപ്പാച്ച ഫിലിപ്പ് നൈനാൻ സാർ, വന്യ വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരങ്ങളെ, 2022 ഒരു പാസ്റ്റർ കൗൺസിൽ ഉയർന്നു വന്ന ഭവനം എന്ന പദ്ധതി പിതാവ് ഏറ്റെടുത്തുകൊണ്ട് ഒരു സ്വപ്ന സാക്ഷാത്കാരമായിട്ട് തന്നെ ഇന്ന് ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പിതാവിന്റെ സ്വപ്ന സാക്ഷാത്കാരം എന്നതിലുപരിയായി വീടില്ലാത്ത 8 കുടുംബങ്ങളുടെ സ്വപ്നമാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഇന്നു മുതൽ അവരുടെ ആ ചുവരുകൾ സ്നേഹത്തിന്റെ ഇടമായി മാറാൻ പോവുകയാണ്. അഭിവന്യ പിതാവേ, ബത്തേരി രൂപതയിലെ ഈ 8 കുടുംബങ്ങളുടെ മാത്രമല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും അഭിവന്യ പിതാവിനോടൊപ്പം ഉണ്ടായിരിക്കും. കാരണം ഇതിന്റെ സാമ്പത്തിക സ്രോതസ്സിലൂടെ സാമ്പത്തികത്തിലൂടെ കടന്നു പോയത് കൊണ്ട് എനിക്കറിയാം, ബത്തേരി രൂപതയിൽ നിന്നുള്ളവർ മാത്രമല്ല, പിതാവ് പലരുടെയും മുമ്പിൽ കൈനീട്ടി ചോദിച്ചതിന്റെ ഫലമായിട്ടാണ് ഇത്രയും പൈസ ശ്രേയസിന്റെ അക്കൗണ്ടിലേക്കും പിതാവിന്റെ കൈകളിലേക്കും കടന്നു വന്നത് എന്ന് തീർച്ചയായിട്ടും പറയുവാനായിട്ട് സാധിക്കും. യാതൊരു മടിയും കൂടാതെയാണ് പിതാവ് മറ്റുള്ളവരോട് പൈസ വാങ്ങിക്കുകയും ഈ പിതാവിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തത്. ഏറെ നന്ദിയുണ്ട്. ഇന്ന് ഈ യോഗത്തിന് അധ്യക്ഷ പദം അലങ്കരിച്ച അഭിവന്യ പിതാവിന്, ബത്തേരി രൂപത അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്ത തിരുമനസിന്, ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അഭിവന്യ പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പിതാവിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബത്തേരി രൂപതയുടെ മുഖ്യ വികാരി ജനറൽ പെരിയ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കീപ്പള്ളി കോർപ്പിസ്കോപ്പാച്ചന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഏവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. തിരികുകൾക്കിടയിലും ബത്തേരി രൂപതയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലം MLA ശ്രീ IC ബാലകൃഷ്ണൻ അവറുകൾ ഇവിടെയില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിനും ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ബഹുമാനപ്പെട്ട ജെയിംസ് മലയപ്പറമ്പിലച്ചൻ, ഈ ഹൗസിംഗ് പ്രോജക്റ്റിന് ആദ്യം MCAയും ജെയിംസ് അച്ഛനുമാണ് നേതൃത്വം നൽകിക്കൊണ്ടിരുന്നത്. ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മളുടെ ഈ വാർഡിന്റെ സ്വന്തം അംഗമായ ശ്രീമതി ബിന്ദു രവിക്കും
ഏറ്റവും സ്നേഹപൂർവ്വം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. പിതാവിനോടൊപ്പം ഈ പ്രൊജക്ടിന് ആദ്യം തുടക്കം കുറിക്കാനായിട്ട് വീടുകളുടെ ലിസ്റ്റ് എടുക്കാനും അന്നു മുതൽ 2022 മുതൽ 25 വരെ ഇതിന് നേതൃത്വം നൽകിയത് നമ്മുടെ മുൻ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ആയിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ ഫിലിപ്പ് നൈനാൻ സാറാണ്. സാറിന്റെ വലിയൊരു നേതൃത്വം, അതോടൊപ്പം തന്നെ അന്നത്തെ MCAയുടെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ റോയ് സാറിന്റെ നേതൃത്വവും ഇതിന് വലിയൊരു തുണയായിരുന്നു. രണ്ടുപേർക്കും ഏറ്റവും സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് ഇതിന് നേതൃത്വം MCAക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ശ്രീ പ്രിൻസ് സാറിന് ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ജെയിംസ് അച്ഛന് ശേഷം ഈ 8 വീടുകളുടെയും നിർമ്മാണ ചുമതല നടത്തിക്കൊണ്ടിരുന്നത് ബത്തേരി മേഖലയുടെ പ്രോട്ടോ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് ഒറവക്കൽ അച്ഛനാണ്. അച്ഛൻ ഇന്നിവിടെ ഇല്ല, എന്നിരുന്നാലും അച്ഛനും ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഒത്തിരി നന്ദി പറയേണ്ടത് 2022 മുതൽ ഇന്ന് വരെ ഇതിന് സാമ്പത്തിക കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന, എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഇന്നത്തെ ഈ 8 വീടുകൾക്ക് ഇത്രയും ഭംഗിയായി കാര്യങ്ങൾ ക്രമീകരിച്ച ബഹുമാനപ്പെട്ട ഡേവിഡ് ആലങ്കൽ അച്ഛനാണ്. മിനിങ്ങാന്ന് അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറയുമായിരുന്നു, ഞാൻ 8 വീട്ടിലേക്കും പാല് കാച്ചാനുള്ള 8 കലങ്ങളും വെഞ്ചരിക്കാനുള്ള 8 പാത്രം വരെ വാങ്ങിച്ചു കൊടുത്തു. ഞാൻ ചിന്തിക്കുവാണ്, അച്ഛൻ എത്രമാത്രം ആ വീട്, ഈ 8 വീടും അച്ഛന്റെ സ്വന്തം വീടായിട്ട് ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. അച്ഛന്റെ ഒരു വലിയ സഹകരണം, അതുപോലെ അച്ഛന്റെ നേതൃത്വത്തിലുള്ള ശ്രേയസിലുള്ള എല്ലാവരും. ഞാൻ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കാൻ സിന്ധു ചേച്ചിന്റെ അടുത്ത് പോകാറുണ്ട്. സിന്ധു ചേച്ചി ഒക്കെ എപ്പോ ചോദിച്ചാലും, ഇന്ന് ചോദിച്ചാലും നാളെ ചോദിച്ചാലും അച്ഛന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ടീമെല്ലാം ഇതിന് ഒത്തിരി അധികം അച്ഛനോടൊപ്പം സഹകരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഡേവിഡ് അച്ഛനും ശ്രേയസിലെ എല്ലാ അംഗങ്ങൾക്കും ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ സമയത്ത് ഇതിനു വേണ്ടി സാമ്പത്തിക സഹായം ചെയ്തിട്ടുള്ളവരെ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. ജെയിംസ് അച്ഛൻ ഒരു മീറ്റിംഗിൽ പറഞ്ഞു, പാസ്റ്റർ കൗൺസിൽ അംഗങ്ങള് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ പിതാവിന്റെ നേതൃത്വത്തിൽ, ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ അച്ഛന്മാരുടെ നേതൃത്വത്തിൽ എല്ലാവരും അന്ന് ഒരു വലിയ ഒരു കോൺട്രിബ്യൂഷൻ നൽകുകയുണ്ടായി. അതോടൊപ്പം അതിന് പുറത്തായിട്ട് നമ്മുടെ രൂപതയിന് പുറത്തുമുള്ള അനേകർ നമ്മളെ ഇതിനു വേണ്ടി സഹായിച്ചു. അവരെല്ലാവരെയും ഈ സമയം ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ശ്രീ കുഞ്ഞുമോൻ ചേട്ടൻ, ഞങ്ങളുടെ കത്തീഡ്രലിന്റെ ട്രസ്റ്റിയാണ്. ബഹുമാനപ്പെട്ട കുഞ്ഞുമോൻ ചേട്ടൻ പലപ്പോഴും എനിക്കറിയാം, പൈസ ഇല്ലാത്ത സമയങ്ങളിൽ പൈസ കിട്ടും, അല്ലെ പൈസ ഇല്ലാത്ത സമയത്തും ഇതിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഇതിന്റെ നിർമ്മാണം ഒട്ടും തടസ്സമായി നിൽക്കരുത് പൈസയുടെ പേരിൽ എന്ന് വിചാരിച്ച് ഓരോ പ്രവർത്തനവും ഓരോ നിർമ്മാണവും വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. കുഞ്ഞുമോൻ ചേട്ടനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്ന് ഈ കൂദാശയ്ക്കായി കടന്നു വന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, SIC സിസ്റ്റർ മദർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ തനുജ SIC, അതുപോലെ എല്ലാ SICയിൽ വന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും മേരി മക്കൾ സന്യാസ സമൂഹത്തിലെ സിസ്റ്റേഴ്സിനെയും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്ന് താക്കോൽദാനം നടന്നിരിക്കുകയാണ്. നിങ്ങളുടെ കുടുംബം എന്നും സന്തോഷപ്രദമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഇന്നത്തെ ഈ താക്കോൽദാന ചടങ്ങ് ഏറ്റവും ഭംഗിയാക്കാനായി കടന്നു ഇവിടെ വന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു. മീറ്റിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട്. ഓരോ കുടുംബവും മുന്നോട്ട് കടന്നു വരികയാണെങ്കിൽ ഒരു പിതാവിന്റെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങിക്കുക. ഇപ്പം നമ്മൾ സാധാരണ വീടിന്റെ വെഞ്ചരിപ്പ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പാല് കാച്ചാറുണ്ട്. അപ്പോൾ ആ പാത്രവും പാലടക്കമുള്ള പാല് നമുക്ക് സംഭാവനയെ സ്നേഹത്തോടെ തന്നത് ബഹുമാനപ്പെട്ട ജോമോൻ ചേട്ടന്റെ കുടുംബമാണ്. എല്ലാവരെയും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. പിതാവ് ആശീർവദിച്ച ശേഷം Gracias.
ഇങ്ങോട്ട് തിരിച്ചു കേട്ടാ. പാല് കിട്ടിയവര് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോവുക. പാല് കാച്ചാണ്ട് ക്രമീകരണം ചെയ്യുക. അഭിനയ പിതാവ് എല്ലാ വീടുകളിലേക്കും വരുന്നതാണ്. ആ സമയത്ത് നമുക്ക് കുടുംബസമേതം ഒരു ഫോട്ടോ കൂടെ എടുക്കുന്നതിനുള്ള ക്രമീകരണം ചെയ്യുന്നതാണ്. ബോക്സിന്റെ അടിയിൽ പേരൊട്ടിച്ച് ഓരോ കുടുംബത്തിന് താപോലും ഇങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയാൽ മതി. ഒരിക്കൽ കൂടി അഭിനയ പിതാവിനും ബഹുമാനപ്പെട്ട വൈദികർക്കും അതിനടക്കമുള്ള സിസ്റ്റേഴ്സ് യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവേ നീയാണ് സർവസ്വവും. യേശുവേ നീ മാത്രമേ അഭയം. കഷ്ടങ്ങളേറും വേളയിലായാലും യേശു എനിക്കെന്നും ആശ്രയമായി. കഷ്ടങ്ങളേറും വേളയിലായാലും
യേശുവേ നീ മാത്രമേ അഭയം കഷ്ടങ്ങളേറും വേളയിലായാലും യേശു എനിക്കെന്നും ആശ്രയമാ